28 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ശുഭാൻശു ശുക്ലയും സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ബഹിരാകാശ സ്റ്റേഷനായ ISS-മായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആദ്യഘട്ടം ഡോക്കിംഗ് അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അത് അവർ ബഹിരാകാശ നിലയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമുക്കൊപ്പം ഗോകുൽ രവി കൂടിയുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഗോകുൽ, മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അത് ഈ പേടകത്തിൻ്റെ ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ മർദ്ദം അത് ക്രമീകരിക്കുക. അങ്ങനെ ഇനിയും നടക്കാനിരിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അനുജ, ഇനി ഈ നമ്മളേറ്റവും കാത്തിരിക്കുന്ന ചരിത്ര നിമിഷം അത് ശുഭാംശുവിൻ്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പറന്നിറങ്ങുകയായിരിക്കും. കാലെടുത്ത് വെക്കുക എന്ന് നമ്മൾ പ്രയോഗത്തിൽ പറയുമെങ്കിൽ അത് പറന്ന് കയറുകയായിരിക്കും. ആ നിമിഷമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 14 വിക്ഷേപിച്ച സ്പേസ് എക്സിൻ്റെ തന്നെ മറ്റൊരു ദൗത്യത്തിലെ സംഘാംഗങ്ങൾ, അതായത് സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യത്തിലുള്ള ആൻ മക്ലെയിനും ഒപ്പം തന്നെ നിക്കോൾ അയേഴ്സുമായിരിക്കും ഇവരെ ഈ പ്രവേശത്തിന്, ഈ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഇവരുടെ എൻട്രിക്ക്, ഈ ഹാച്ച് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെ സ്വീകരിക്കുക എന്നാണ് നാസയുടെ ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ്. അവർ ഈ മർദ്ദം ക്രമീകരിക്കലടക്കം ഇനി, അതായത് ഈ പേടകത്തിലെയും സ്പേസ് സ്റ്റേഷനിലെ മർദ്ദം ഒരേപോലെയാക്കിയ ശേഷമായിരിക്കും ഇവർക്ക് ഹാച്ച് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഈ സ്പേസ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അവിടെ ഇപ്പോൾ നിലവിൽ 10 പേരാണുള്ളത്. ബഹിരാകാശ താകെ ഇപ്പോൾ 14 മനുഷ്യർ. അതിൽ 10 പേർ ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ പല ദൗത്യങ്ങളുടെ ഭാഗമായി പല ഘട്ടങ്ങളിലായി എത്തിയ ചൈനയുടെ മിഷൻ്റെ ഭാഗമായും റഷ്യയുടെയും നാസയുടെയും സ്പേസ് എക്സിൻ്റെയും മിഷനായിട്ട് വന്ന 10 പേർ നിലവിൽ അവിടെ ഉണ്ട്. അവർക്കൊപ്പമാണ് ഈ 4 അംഗ സംഘം കൂടി ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അങ്ങനെ 14 പേർ ബഹിരാകാശത്തുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ട പരീക്ഷണങ്ങൾ അത് ഇപ്പോൾ ഹാർമണി മൊഡ്യൂളിലാണ് ഇവർ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള ലബോറട്ടറി സംവിധാനങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് നാസ എന്ന് അറിയിക്കുന്നത്. നിക്കോൾ അയേഴ്സും ഒപ്പം തന്നെ ആൻ മക്ലെയിനും അവർക്ക് ഈ പുതുതായി എത്തുന്ന ആക്സിയം 4 സംഘത്തിനുള്ള പരീക്ഷണങ്ങൾക്കുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തി എന്നുകൂടി നാസ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള വിഷ്വൽ, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം, നമുക്ക് ദൃശ്യമാകാൻ പോകുന്ന ആ ചരിത്ര പിറവി എന്നത് ശുഭാംശുവിൻ്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശമാണ്. അതാണ് ഒരു പക്ഷേ മുമ്പ് രാജഗോപാൽ കമത്ത് അടക്കം സൂചിപ്പിച്ച പോലെ കുറച്ച് സമയം എടുത്തേക്കാം. മുമ്പ് ചില ഘട്ടങ്ങളിൽ വല്ലാതെ നീണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം ഡോക്കിംഗ് പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്ന സമയമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഇത്തവണ ഈ ആക്സിയം ഫോർമേഷൻ്റെ ഡോക്കിംഗ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി 2, അതായത് ഈ ക്യാപ്സ്യൂളിലെ ഇവർ ഇരിക്കുന്ന ക്രൂ ഡ്രാഗൺ മൊഡ്യൂളിലെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെയും മർദ്ദം ക്രമീകരിച്ച ശേഷം 2ഇടത്തെയും സാഹചര്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത നിലയിൽ ക്രമീകരിച്ച ശേഷം ഒരു വാതിൽ തുറക്കുകയാണ്. ആ ഹാച്ച് തുറന്നാൽ അവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.